രുദ്രാംഗന മാന്ത്രിക നോവൽ തുടർച്ച. അധ്യായം 4. എന്താ ഇത്ര വലിയ ആലോചന? പെടുന്നനെയുള്ള ചോദ്യം അയാളെ വിഭ്രാന്തിയിലാഴ്ത്തി. പങ്കൻ നായർ തലതിരിച്ച് ശബ്ദം കേട്ട ഭാഗത്തേക്ക് ശ്രദ്ധിച്ചു. തുല്ലു പതർച്ചയോടെ പങ്കൻ നായർ ആളെ തിരിച്ചറിഞ്ഞു. പരിഹാസച്ചിരിയോടെ നിൽക്കുന്ന പപ്പൻ്റെ മുഖം അയാൾ നടുങ്ങി. ചോദിച്ചത് തനിക്ക് പിടിച്ചില്ല എന്നുണ്ടോ? പപ്പൻ്റെ മുഖം രോഷാകുലമായിരുന്നു. എന്ത് മറുപടി പറഞ്ഞാലും ശരിയാവില്ലെന്ന് തോന്നിയതിനാൽ ഒന്നും മിണ്ടാതെ പങ്കൻ നായർ അവിടുന്ന് നടന്നകന്നു. കാര്യസ്ഥൻ്റെ തിടുക്കത്തിലുള്ള പോക്ക് കണ്ട് പത്മനാഭൻ തിരുമേനിയുടെ ചുണ്ടിൽ ഒരു നിന്ദ്യമായ ചിരി വിടർന്നു. മൗന നൊമ്പരങ്ങൾ നിറഞ്ഞ കുറേ മനസ്സുകളുടെ ചുടുനിശ്വാസങ്ങൾ ഉൾക്കൊണ്ട അഗാധ ദുഃഖത്തിൻ്റെ മൂകരാഗം പോലെ നിശയുടെ ഖണ്ഡങ്ങൾ കടന്നുപോയി. ചീവീടുകളുടെ ചിലമ്പിച്ച ശബ്ദത്തെ അതിജീവിച്ച് ഒരപശകുനമായി രാപ്പുള്ളിൻ്റെ കരച്ചിൽ ഉച്ചത്തിലുയർന്നു. രാവിൻ്റെ യാമങ്ങൾ കടന്നുപോയി. പുലരിയുടെ പൊൻവെളിച്ചം നാമ്പു നീട്ടുന്നതിന് മുമ്പായി എന്നും തമ്പുരാൻ ഉണരുന്നതാണ്. ഉണർന്നാൽ ഉടൻ തന്നെ ചൂടുവെള്ളമാണ് ആവശ്യപ്പെടുക. വെള്ളവുമായി ബാല്യക്കാരി അറവാതിക്കൽ കാത്തു നിൽക്കാൻ തുടങ്ങിയിട്ട് ഏറെ നേരമായി. സൂര്യൻ്റെ ധവളകിരണങ്ങൾ എങ്ങും നിറഞ്ഞു. മനയിലെല്ലാവരും തന്നെ ഉണർന്നു കഴിഞ്ഞിരുന്നു. പക്ഷെ വലിയ തമ്പുരാൻ്റെ അറവാതിൽ മാത്രം തുറന്നില്ല. വിഷാദച്ചായ നിറഞ്ഞ മുഖത്തോടെ അന്തേവാസികൾ പരസ്പരം നോക്കി. കാര്യസ്ഥൻ പങ്കൻ നായർ എത്തിയപ്പോഴേക്കും വീട്ടുകാരെല്ലാം അറയുടെ മുമ്പിൽ ഹാജരായിരുന്നു. പപ്പൻ മുൻകൈയെടുത്താണ് അറയുടെ വാതിൽ തുറന്നത്. ശാന്തമായ നിദ്രയിലെന്ന പോലെ ചന്ദനമഞ്ചനിൽ തമ്പുരാൻ നീണ്ടു നിവർന്ന് കിടന്നിരുന്നു. ഹൃദയഭേദകമായ ആ ദൃശ്യം ഏവരെയും ദുഃഖത്തിലാഴ്ത്തി. പങ്കൻ നായർ ഉടനെ തന്നെ വൈദ്യർക്ക് ആളയച്ചു. ദീർഘനേരത്തെ പരിശോധനയിൽ സ്വാഭാവിക മരണമെന്ന് വൈദ്യന്മാരെല്ലാം വിധിയെഴുതി. എല്ലാവരും അത് അംഗീകരിച്ചെങ്കിലും പങ്കൻ നായർക്ക് മാത്രം അതിന് കഴിഞ്ഞിരുന്നില്ല. വലിയ തിരുമേനിയുടെ മരണത്തിൽ എന്തോ നിഗൂഢതയുണ്ടെന്ന് അയാൾക്ക് സംശയമുണ്ടായി. അതിനയാൾക്ക് ന്യായീകരണങ്ങളും ഉണ്ടായിരുന്നു. തലേന്ന് തിരുമേനി ഭാവി കാര്യങ്ങളെപ്പറ്റി തന്നോട് സംസാരിച്ചിരുന്നു. അത്തരത്തിലൊരു മാനസിക നിലയുള്ളയാൾ പെട്ടെന്നിങ്ങനെ ഒരന്ത്യത്തിൽപ്പെടുമെന്ന് തോന്നുന്നില്ല. ജനന മരണങ്ങളെല്ലാം ജഗന്യന്താവിൻ്റെ കരങ്ങളിലാണെങ്കിലും ഇക്കാര്യത്തിൽ എന്തോ ഒരു അപാകത. കൂസലനെ യാതൊരു മുഖഭാവവുമില്ലാതെ മരണാനന്തര ചടങ്ങുകൾക്ക് നേതൃത്വം വഹിച്ച് കാരണവരെ പോലെ നടക്കുന്ന പപ്പനെ നോക്കി പല്ലുറുമാനെ പങ്കൻ നായർക്ക് കഴിഞ്ഞുള്ളൂ. അനന്തൻ അപ്പോഴും ചെറിയ കുസൃതികളുമായി ഓടി നടന്നു. ഇവിടെ എന്താണ് സംഭവിച്ചതെന്ന് പോലും മനസ്സിലാക്കാൻ കഴിയാതെ ഒരു പ്രതികരണവും പ്രകടിപ്പിക്കാതെ മന്ദബുദ്ധിയായി മനയിലാകെ നടന്നു. താൻ അനാഥനാകുകയാണെന്ന സത്യം അനന്തന് മനസ്സിലാക്കാൻ കഴിയുമായിരുന്നില്ല. ആ നിഷ്കളങ്ക മനസ്സിനെ ഓർത്ത് കേഴുവാനല്ലാതെ ശ്രീദേവിക്കൊന്നിനും കഴിഞ്ഞില്ല. വലിയ തമ്പുരാൻ പോയതോടെ നിയമാനുസരണം അനന്തൻ തമ്പുരാൻ അധികാരിയാവണം. പക്ഷേ ബുദ്ധിസ്ഥിരതയില്ലാത്ത നമ്പൂതിരിക്ക് പകരം പത്മനാഭൻ തമ്പുരാനായി എന്ന് പറയുന്നതാവും ശരി. പത്മനാഭൻ തിരുമേനിയുടെ തീരുമാനത്തെ ആർക്കും എതിർക്കാൻ കഴിഞ്ഞില്ല. തൻ്റെ ഭർത്താവ് ഈ മനയിൽ അന്യനാകുന്നത് ശ്രീദേവി അന്തർജനത്തിന് വേദനയോടെ നോക്കി നിൽക്കാനേ കഴിഞ്ഞുള്ളൂ. അധ്യായം 6. തുടർന്നുള്ള ദിനങ്ങൾ ആലങ്ങോട്ട് മനയുടെ ദുർദിനങ്ങളായിരുന്നു. ശുദ്ധ സംഗീതത്തിനും ശാസ്ത്രീയ ഗാലാപനങ്ങൾക്കും വേദിയായിരുന്ന നൃത്തമണ്ഡപവും മധുവും ധൂപങ്ങളും കൊണ്ട് മലിനമായി. ശാസ്ത്രീയ നൃത്തങ്ങൾക്ക് താളം പിഴയ്ക്കാൻ പിന്നെ അധിക ദിവസം വേണ്ടി വന്നില്ല. യൗവനം വിടാത്ത ബാല്യക്കാരികൾ സ്വയം പ്രദർശന വസ്തുക്കളായി. യജമാനന്മാരുടെ ഇംഗിതങ്ങൾക്ക് വശംവദരാകേണ്ടി വന്ന അവരുടെ ചുടുനിശ്വാസങ്ങൾ അകത്തുളങ്ങളിൽ പ്രതിധ്വനിച്ചു. ആലങ്ങാട്ടുമനയിൽ പത്മനാഭൻ തിരുമേനിയുള്ള സഹചാരികൾക്കും അധികാരസ്ഥാനങ്ങളിൽ വന്നതോടെ നിലവിലുണ്ടായിരുന്ന പലർക്കും പത്മനാഭൻ്റെ ഇംഗിതത്തിന് അനുകൂലമല്ലാത്തവർക്കും മനയിൽ സ്ഥാനമില്ലാതായി. പങ്കൻ നായർ ഒഴികെയുള്ള കാര്യസ്ഥന്മാരെയെല്ലാം പറഞ്ഞയച്ച് അയാളുടെ ജോലിഭാരം വർദ്ധിപ്പിച്ചത് പപ്പൻ്റെ ഒരു പ്രതികാരമായാണ് എല്ലാവരും കണ്ടത്. പുതിയ ഭരണാധികാരികളുടെ മുന്നിൽ അനന്തൻ വെറും കളിപ്പാട്ടമാവുന്നത് നിസ്സഹായതയോടെ കണ്ടു നിൽക്കാനല്ലാതെ ആർക്കും ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. പങ്കൻ നായരുടെ മനസ്സിൽ മൗന നൊമ്പരണങ്ങൾ ചുരുളായി എരിഞ്ഞു തുടങ്ങി. ഉടനെ തന്നെ ഇതിനെന്തെങ്കിലും പ്രതിവിധി കാണണം. യഥാർത്ഥത്തിൽ ഈ മനയിൽ എന്താണ് സംഭവിച്ചു കൊണ്ടിരിക്കുന്നതെന്ന് അറിയണം. എല്ലാം അസ്വാഭാവികമായാണ് അയാൾക്ക് തോന്നിയത്. അന്ന് ജോലി കഴിഞ്ഞ് പങ്കൻ നായർ വീട്ടിലേക്ക് മടങ്ങിയത് കുഞ്ഞുണ്ണിക്കണിയാരെ കാണണമെന്ന് കരുതിയാണ്. ഒരു പ്രശ്നം വച്ച് ഈ മനയിൽ എന്താണ് സംഭവിച്ചു കൊണ്ടിരിക്കുന്നതെന്ന് കണ്ടെത്തണം. അതിന് പ്രതിവിധി എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കണം.
പ്രധാനമായി അനന്തൻ നമ്പൂതിരിയെ രക്ഷപ്പെടുത്തണം. ഇതായിരുന്നു പങ്കൻ നായരുടെ മനസ്സിൽ. കുഞ്ഞുണ്ണിക്കണിയാർ പ്രസിദ്ധനാണ്. കൃത്യമായി തന്നെ കാര്യങ്ങൾ പറയും. ദേവീഭക്തനായ അദ്ദേഹം കഴിഞ്ഞിട്ടേ ഈ നാട്ടിൽ ആരുമുള്ളൂ. ജോലി കഴിഞ്ഞ് മനക്കിൽ നിന്നും ഇറങ്ങിയപ്പോൾ തന്നെ നേരം വൈകിയിരുന്നു. ആലങ്ങാട്ട് മനയുടെ വടക്കുവശത്തുള്ള വയൽവരമ്പിലൂടെ നടന്നാൽ എളുപ്പത്തിൽ കുഞ്ഞുണ്ണിക്കണിയാരുടെ വീട്ടിലെത്താമെന്ന് തോന്നിയതിനാൽ അതുവഴി വേഗത്തിൽ മുന്നോട്ട് നീങ്ങി. കുറേ ദൂരം മുന്നോട്ട് പോയിട്ടുണ്ടാവും. വിവിധ ചിന്തകൾ മനസ്സിനെ അലട്ടിയിരുന്നതിനാൽ പെടുന്നനെ കേട്ട ശബ്ദം അയാളെ നടുക്കി. ശക്തിയായി ആരോ കിതയ്ക്കുന്നത് പോലെയുള്ള ശബ്ദമായിരുന്നത്. തൻ്റെ അടുത്തു തന്നെയാണ് അത് കേൾക്കുന്നതെന്ന് പങ്കൻ നായർക്ക് തോന്നി. സ്വരം ഒരു മനുഷ്യജീവിയുടേതുപോലെ തോന്നിയില്ല. ഉള്ളിൽ നേരിയ തോതിൽ ഭയമുണ്ടായെങ്കിലും ആവശ്യത്തിൻ്റെ ഗൗരവം കണക്കിലെടുത്ത് കുറേ കൂടി വേഗത്തിൽ മുന്നോട്ട് നീങ്ങി. ഇടയ്ക്കിടെ പിന്നിലേക്ക് ശ്രദ്ധിച്ചാണ് നടന്നത്. കണിയാരുടെ വീടിൻ്റെ പടി കടന്നപ്പോഴേക്കും മുന്നിലേക്ക് ചാടി വീണ കരിമ്പൂച്ചയെ കണ്ട് പങ്കൻ നായർ ഭയന്നു. അതിൻ്റെ കണ്ണുകൾ ചുവന്ന കനൽ പോലെ തിളങ്ങിയിരുന്നു. പിന്നിലെ കാലുകൾ മടക്കി വെച്ച് മുൻകാലുകൾ മുകളിലേക്ക് ഉയർത്തി തലയുയർത്തിപ്പിടിച്ച് ആ പൂച്ച നിശ്ചലം നിന്നു. ഇരുട്ടായിരുന്നുവെങ്കിലും അരണ്ട നാട്ടുവെളിച്ചത്തിൽ അതിൻ്റെ രൂപവും കണ്ണിലെ തീയും വ്യക്തമായിരുന്നു. സാധാരണ കാണുന്നതിലും ഇരട്ടിയിലധികം വലിപ്പം അതിനുണ്ടായിരുന്നു. അകത്തേക്ക് വച്ച കാൽ പിന്നിലേക്കെടുത്ത പങ്കൻ നായർ ആ ജന്തുവിനെ പേടിയോടെ നോക്കി. ക്രൗര്യം തുടിക്കുന്ന ആ ജീവിയുടെ ഭാവം ഭീകരമായിരുന്നു. ആദ്യം കേട്ടതായ കിതപ്പിൻ്റെ ശബ്ദം പൂച്ചയിൽ നിന്നും കേൾക്കുന്നതായി പങ്കൻ നായർ അറിഞ്ഞു. പുലിയുടേത് പോലെയുള്ള മുരൾച്ച ആ ജന്തുവിൻ്റെ മൂളലിനുണ്ടായിരുന്നു. ഇടയ്ക്കിടെ ചിരി തുറന്ന് കൂർത്ത പല്ലുകൾ പുറത്തു കാട്ടി നാവുകൊണ്ട് ചുണ്ടുകളിൽ നുണയുന്നു. അഗ്നി ജ്വലിക്കുന്ന കണ്ണുകൾ ഒരിക്കലും ചിമ്മിയില്ല. ശക്തിയേറിയ കിതപ്പിൻ്റെ ശബ്ദം പിന്നിൽ നിന്നും കേൾക്കുന്നതായി തോന്നിയ പങ്കൻ നായർ പുറകോട്ട് തിരിഞ്ഞ ഉടൻ ഒച്ച നിലച്ചു. നിമിഷങ്ങൾക്ക് ശേഷം വീണ്ടും മുന്നിലേക്ക് നോക്കിയ നായർ അമ്പരന്നു. അത് അവിടെ ഉണ്ടായിരുന്നില്ല. പൂച്ചയെ കണ്ടത് തൻ്റെ തോന്നലായിരിക്കുമോ എന്ന് പോലും അയാൾക്ക് സംശയമായി. പടിപ്പുര കടന്ന് അയാൾ മുന്നോട്ട് നടന്ന് കണിയാരുടെ വീടിൻ്റെ ഉമ്മറത്തെത്തി. അവിടെയെങ്ങും ആരെയും കണ്ടില്ല. ഉമ്മറപ്പടിയിൽ കത്തിച്ചു വച്ചിരുന്ന നെയ്വിളക്കിൻ്റെ മങ്ങിയ വെളിച്ചത്തിൽ നായർ അവിടെ ആകമാനം നിരീക്ഷിച്ചു. ആരെയും കാണാത്തതിനാൽ നായർ ഉറക്കെ ഉച്ചത്തിൽ വിളിച്ചു. നിശബ്ദതയുടെ അരങ്ങിൽ അയാളുടെ സ്വരം അലകൾ ഉയർത്തിക്കൊണ്ട് മുഴങ്ങിയതല്ലാതെ യാതൊരു പ്രതികരണവും കണ്ടില്ല. ആദ്യം ആ ജീവിയെ കണ്ടത് തൻ്റെ തോന്നലായിരുന്നോ എന്ന് പോലും അയാൾക്ക് തോന്നി. അഥവാ തൻ്റെ മനസ്സിലെ ഇപ്പോഴത്തെ ആശങ്കയും വൃദ്ധയും കൊണ്ട് അങ്ങനെ കണ്ടതായിരിക്കും. കണിയാരുടെ വീടിൻ്റെ ഉമ്മറത്ത് ആരെയും കണ്ടില്ല. ഒന്ന് മുരടനക്കി വിളിച്ചു. യാതൊരു പ്രതികരണവും ഉണ്ടായില്ല. ഇരുട്ടായതിനാൽ പരിസരം കൂടുതൽ വ്യക്തമായിരുന്നില്ല. വീടിൻ്റെ കോനായിൽ മുനിഞ്ഞു കത്തിനിന്ന ഒരു നെയ്വിളക്കിൻ്റെ വെളിച്ചത്തിൽ തൊട്ടടുത്ത സ്ഥലങ്ങൾ മാത്രമാണ് കാണാൻ കഴിഞ്ഞത്. പങ്കൻ നായർ കുറച്ചുകൂടി ഉച്ചത്തിൽ വിളിച്ചു. കുഞ്ഞുണ്ണിക്കണിയാരെ. അയാളുടെ ശബ്ദവീചികൾ അന്തരീക്ഷത്തിൽ ലയിച്ചതല്ലാതെ മറ്റൊന്നും സംഭവിച്ചില്ല. ഉമ്മറത്തെ വാതിൽക്കലേക്ക് ശ്രദ്ധിച്ച് അയാൾ കുറച്ചു സമയം നിന്നു. വീടിൻ്റെ വലതുവശത്തു നിന്നും ഒരു ചെറിയ വെളിച്ചം നീങ്ങി വരുന്നത് അപ്പോഴാണ് അയാൾ കണ്ടത്. സൂക്ഷിച്ചു നോക്കിയപ്പോൾ കയ്യിലൊരു തൂക്കുവിളക്കുമായി നടന്നു വരുന്ന പെൺകുട്ടിയുടെ രൂപം ദൃശ്യമായി. അടുത്തെത്തിയ പെൺകുട്ടി അയാളെ സൂക്ഷിച്ചു നോക്കി. അവളുടെ മുഖം അരണ്ട വെളിച്ചത്തിലും സൂര്യനെ പോലെ തിളങ്ങി. നായർ ആ കുട്ടിയെ കണ്ണിമയ്ക്കാതെ ശ്രദ്ധിച്ചു. അത് സുന്ദരിയായ ഒരു യുവതിയാണെന്ന് അയാൾ തിരിച്ചറിഞ്ഞു. വിളക്കിൻ്റെ ചുവന്ന വെളിച്ചത്തിൽ കപോലങ്ങളും അധരങ്ങളും പൂവ് പോലെ തൊടുത്തിരുന്നു. പാതിയടഞ്ഞ കരിമിഴികൾ അഗ്നിയുടെ കതിരുകൾ പോലെ തോന്നിച്ചു. മാറിൻ്റെ മുകളിൽ വെച്ചുടുത്തിരുന്ന മുണ്ടിന് മുകളിലൂടെ ഇടതീർന്ന കൂന്തൽ മുന്നോട്ട് കിടന്നു. കുടമുല്ലപ്പൂവിൻ്റേതെന്ന് തോന്നിയ ഗന്ധം ചുറ്റും നിറയുന്നത് നായരറിഞ്ഞു. പങ്കൻ നായരെ നോക്കി പരിചിതയെപ്പോലെ അവൾ പുഞ്ചിരിച്ചു. അവൾ സാഹൂതം അയാളെ നോക്കി നിന്നു. അച്ഛനെ കാണാൻ വന്നതല്ലേ, വരൂ, അകത്ത് കയറിയിരിക്കൂ പറഞ്ഞിട്ട് അകത്തേക്ക് നടന്ന അവളുടെ പിന്നാലെ അയാൾ ഉമ്മറത്തേക്ക് കടന്നു. അയാളെ ഒന്ന് തിരിഞ്ഞു നോക്കി സ്മിതത്തോടെ അവൾ താളാത്മകമായി ദേഹമൊന്നുലച്ച് അകത്തേക്ക് കയറുമ്പോൾ അവളുടെ ചുണ്ടിൽ വശ്യമായൊരു ചിരി തങ്ങി നിന്നിരുന്നു. മായിക വലയത്തിലെന്ന പോലെ മുൻവശത്തെ കസേരയിലിരുന്ന പങ്കൻ നായരുടെ മനസ്സിലേക്ക് പെടുന്നനെയാണ് ആ ചിന്ത കടന്നു വന്നത്. കുഞ്ഞുണ്ണിക്കണിയാർക്ക് പെൺമക്കളില്ലല്ലോ. ആകെയുണ്ടായിരുന്നത് ഒരാൺകുട്ടിയാണ്. തൻ്റെ അറിവിൽ അവൻ വിവാഹിതനല്ല. പിന്നെ ഈ പെൺകുട്ടി ആരായിരിക്കും? തികച്ചും യൗവനയുക്തയായ ഈ സ്ത്രീ മകൻ്റെ ഭാര്യയായിരിക്കുമോ? ഇനി താനറിയാതെ വിവാഹം നടന്നിട്ടുണ്ടാവുമോ? അങ്ങനെ വരാൻ സാധ്യതയില്ലെന്ന് അയാളുടെ മനസ്സ് പറഞ്ഞു.
കണിയാരുമായി തനിക്കുള്ള ബന്ധം വച്ച് വിവാഹം തന്നെ അറിയിക്കാതിരിക്കില്ല. ഇവരുടെ പെരുമാറ്റത്തിലെ പ്രത്യേകത ആ നിമിഷം നായരോർത്തു. കാന്തിക ശക്തിയുള്ള അവളുടെ കണ്ണുകളിലേക്ക് നോക്കിയ നിമിഷം തൻ്റെ മനസ്സ് ശൂന്യമായതുപോലെ തോന്നിയത് അയാൾ ഓർമ്മിച്ചു. എന്തോ ഒരു പന്തികേട് തോന്നിയതോടെ പങ്കൻ നായരുടെ ഹൃദയമിടിപ്പിൻ്റെ വേഗതയേറി. ആ സമയം പങ്കൻ നായർ കഴിഞ്ഞ സംഭവങ്ങൾ ഓർമ്മിച്ചു. ശക്തിയേറിയ കിതപ്പിൻ്റെ ശബ്ദം കേട്ടത്, ചുവന്ന കണ്ണുകളുള്ള പൂച്ച എതിരേറ്റത്, പിന്നെ ഈ വീട്ടിൽ കണ്ട സുന്ദരിയായ പെൺകുട്ടി. വലിയൊരു ഭീതി നായരിൽ പ്രകടമായി. താൻ എത്തിയിരിക്കുന്നത് കണിയാരുടെ വീട്ടിലല്ലെന്ന തോന്നൽ ശക്തമായി. പരിസരം വ്യക്തമാവാത്തതിനാൽ വീടിത് തന്നെയെന്ന് ഉറപ്പാക്കാൻ കഴിഞ്ഞില്ല. എങ്കിലും വീടിൻ്റെ ഉമ്മറം കണ്ടിട്ട് കണിയാരുടേതുപോലെ ആ യുവതി കടന്നുപോയ വാതിലിലേക്ക് നോക്കി. കതക് ചേർത്തടച്ചിരുന്നില്ല. അകത്തുനിന്നും ചെറിയ വെളിച്ചം പുറത്തേക്ക് വരുന്നുണ്ടായിരുന്നു. അകത്താരോ സംസാരിക്കുന്നുണ്ടെന്ന് മനസ്സിലായതിനാൽ കുറച്ചുകൂടി അടുത്തേക്ക് ചെന്ന് ശ്രദ്ധിച്ചു. ആദ്യം കണ്ട പെൺകുട്ടി മറ്റൊരുവളുമായി സംസാരിക്കുന്നത് കണ്ടു. രുചികരമായ എന്തോ ഭക്ഷണം കണ്ടിട്ടെന്ന പോലെ സംഭാഷണത്തിനിടയ്ക്ക് അവൾ നാവ് നീട്ടി ചുണ്ടു നനയ്ക്കുന്നുണ്ടായിരുന്നു. രക്തവർണ്ണമുള്ള അവളുടെ നീണ്ട നാവ് കണ്ട് പങ്കൻ നായർ നടുങ്ങി. അകത്തേക്ക് കയറാനായി എടുത്തു വെച്ച കാൽ പിന്നിലേക്ക് വലിക്കാനാവാതെ പകച്ചു. അവിടെ കാണുന്ന മനുഷ്യ സ്ത്രീകൾ തന്നെയാണോ എന്ന് അയാൾ സംശയിച്ചു. അവരുടെ സംഭാഷണം വളരെ പതിഞ്ഞ ശബ്ദത്തിലായിരുന്നു. എങ്കിലും നായർക്ക് കേൾക്കാമായിരുന്നു. നമുക്ക് അനുവദിച്ചതിൽ കൂടുതലായി, ഒന്നും ചെയ്യാൻ പാടില്ല. അദ്ദേഹം വരുന്നത് വരെ കാത്തിരിക്കാതെ പറ്റില്ല, ഒരുവൾ പറഞ്ഞു. ഞാൻ അയാളൊന്ന് കാണുന്നതിന് എന്താണ് കുഴപ്പം? മറ്റവൾ പറഞ്ഞത് ആദ്യത്തെ പെണ്ണിന് സ്വീകാര്യമായില്ല. അത് പറ്റില്ല. ആ മനുഷ്യന് സംശയമുണ്ടായാലോ? അയാൾ നഷ്ടപ്പെട്ടാൽ നമുക്ക് ലഭിക്കുന്ന ശിക്ഷ അറിയാമല്ലോ. എന്തുകൊണ്ടോ ഈ വാക്കുകൾ മറ്റവളെ ആ ഉദ്യമത്തിൽ നിന്നും തടഞ്ഞു. എങ്കിലും അവൾക്ക് സ്വയം ആശ്വസിക്കാൻ ഇത്രയും പറയേണ്ടി വന്നു. എന്തായാലും അയാളുടെ ചുണ്ടിലെ രക്തം ആദ്യം നുണയുന്നത് ഞാനായിരിക്കും. അതിൻ്റെ രുചിയോർത്തിട്ടെന്ന പോലെ തൻ്റെ നാവ് ചുണ്ടുകളിലൂടെ രണ്ടാവർത്തി ഒഴിഞ്ഞു രസിച്ചു. എൻ്റെ ദേവി! പെട്ടെന്ന് നായർ വിളിച്ചത് സ്വയമായിട്ടാണെങ്കിലും അല്പം ഉറക്കെയായിരുന്നു. യുവതികൾ രണ്ടും ശബ്ദം കേട്ട ഭാഗത്തേക്ക് നടുക്കത്തോടെ തിരിഞ്ഞു. കണ്ണുകളിൽ കനലെരിഞ്ഞു. രക്തം തുടിക്കുന്ന നാവ് പുറത്തേക്ക് നീട്ടി വികൃത ശബ്ദത്തിൽ ചെറിയ അലർച്ച പോലെ ശബ്ദിച്ചു. പങ്കൻ നായർ ഒരിക്കൽ കൂടി ദേവിയെ വിളിച്ചു കരഞ്ഞ് പുറത്തേക്ക് ആവുന്നത്ര വേഗത്തിൽ ഇറങ്ങിയോടി. ഭീകര ശബ്ദം പുറപ്പെടുവിച്ച യുവതികളും അയാളുടെ പിന്നാലെ പാഞ്ഞു. കാലുകൾക്ക് വേഗതയോറുന്നതിനൊപ്പം പങ്കൻ നായർ ദേവിയെ വിളിച്ചു. ദേവി മഹാമായേ, അടിയനെ രക്ഷിക്കണേ. പക്ഷേ ഏറെ ദൂരം അയാൾക്ക് ഓടാൻ കഴിഞ്ഞില്ല. ചുവന്നു ജ്വലിക്കുന്ന കണ്ണുകളുള്ള ഒരു വലിയൊരു നായ വഴിയിൽ അയാൾക്ക് കുറുകി നിന്നു. നാവ് പുറത്തേക്ക് നീട്ടി വലിയ ശബ്ദത്തിൽ കിതച്ചുകൊണ്ടു നിന്ന അതിൻ്റെ മുന്നിൽ നിന്നും പങ്കൻ നായർ കിടുകിടാ വിറച്ചു. അയാളെ സൂക്ഷിച്ചു നോക്കിക്കൊണ്ട് ആ ജീവി ഭയാനകമായ സ്വരത്തിൽ മോങ്ങി. തുടർന്ന് അനേകം നായ്ക്കളുടെ ശബ്ദം അതിനെ അനുകരിച്ച് അവിടെയാകമാനം ഉയർന്നു. എല്ലാം വളരെ അടുത്തു തന്നെയായിരുന്നു. മാത്രമല്ല ആ ശബ്ദങ്ങൾ അടുത്തു വരുന്നത് അയാൾ അറിഞ്ഞു. ക്ഷണനേരത്തിൽ ചുവന്ന കണ്ണുകളുടെ ഒരു വലയം തനിക്ക് ചുറ്റുമുണ്ടാവുന്നത് പങ്കൻ നായർ അറിഞ്ഞു. ഉറക്കെ വിളിച്ച് കരയാൻ ശ്രമിച്ചെങ്കിലും ഒച്ച പുറത്തേക്ക് വന്നില്ല. പിന്നിൽ നിന്നും ആർത്തിയോടെ പാഞ്ഞെടുക്കുന്ന രാക്ഷസികളെ കൂടി കണ്ടതോടെ അവരുടെ ബോധം നഷ്ടമായി. ദുഃഖകരമായ ഒരു വാർത്തയുമായാണ് നേരം പുലർന്നത്. ആലങ്ങോട്ട് മനയിലെ കാര്യസ്ഥനായ പങ്കൻ നായരുടെ ജഡം പുഞ്ചപ്പാടത്ത് കിടക്കുന്നു. കേട്ടവർ അത്ഭുതത്തോടെ വയലിലേക്ക് ഓടി. തുറിച്ച കണ്ണുകളോടെ വികൃതമായ മുഖത്തോടെ വയലിറമ്പത്ത് കിടന്നിരുന്ന ശരീരത്തിൽ മറ്റു മുറിവുകളോ ചതവുകളോ ഉള്ളതായി ആർക്കും തോന്നിയില്ല. പക്ഷെ ഒരു തുള്ളി പോലും രക്തം ശരീരത്തിൽ ഇല്ലാത്തതുപോലെ വിളറി വെളുത്തിരുന്നു. എല്ലാവരിലും സംശയമുളവാക്കിയത് ജഡം ഈ പാടത്ത് കാണപ്പെട്ടതിലാണ്. പങ്കൻ നായർക്ക് പുഞ്ചപ്പാടത്ത് ഇന്നലെ രാത്രിയിൽ പോകേണ്ടതായി യാതൊരു കാര്യവും ഉള്ളതായി തോന്നിയില്ല. അയാളുടെ വീട്ടിലേക്കായാലും മറ്റെവിടേക്കായാലും ഇതുവഴി വരേണ്ട കാര്യവുമില്ല. ഈ വഴിയിലൂടെ എങ്ങും പോകാൻ കഴിയില്ലെന്ന് നാട്ടുകാർക്കൊക്കെ അറിയാം. ഈ സ്ഥിതിക്ക് പങ്കൻ നായർ എന്തിനൂടെ വന്നു? ഈ പാടത്തിൻ്റെ അക്കരെയുള്ളത് ഒരു പഴയ സർപ്പക്കാവും യക്ഷിത്തറയുമാണ്. അത് ആൾ സഞ്ചാരമില്ലാതെ കിടക്കാൻ തുടങ്ങിയിട്ട് കാലങ്ങളേറെയായി. മറുവശമാണെങ്കിൽ ആറാണ്. അവിടെ നിന്നെങ്ങും പോവാൻ കഴിയില്ല. പുഞ്ചപ്പാടത്തിൻ്റെ അടുത്ത് വീടായിട്ടുള്ളത് കുഞ്ഞുണ്ണിക്കണിയാരുടേതാണ്. പക്ഷെ അവിടെ പോകണമെങ്കിൽ പുഞ്ചപ്പാടം വഴി പോകേണ്ട കാര്യമില്ല. അഥവാ അങ്ങനെ പോയാൽ യക്ഷിത്തറ താണ്ടണമെന്നതിനാൽ ആരും അതുവഴി പോകാറില്ല. പകൽ സമയത്തായാൽ പോലും. കണിയാരുടെ വീട്ടിലേക്ക്
അത്യാവശ്യമായി പോകേണ്ടവർ ജനവാസമുള്ള സ്ഥലത്തെ ആറുപറക്കണ്ടം കടന്നാണ് പോകാറുള്ളത്. എന്നിരുന്നാലും പങ്കൻ നായർ എങ്ങനെ പുഞ്ചപ്പാടത്തിൻ്റെ കരയിൽ വന്നു എന്നത് ഉത്തരമില്ലാത്ത ചോദ്യമായി അവശേഷിച്ചു. ആലങ്ങാട്ട് മനയിൽ പങ്കൻ നായരുടെ മരണം യാതൊരു ചലനവും ഉണ്ടാക്കിയില്ല. എന്നാൽ പപ്പൻ എന്ന പത്മനാഭൻ തിരുമേനിക്ക് മനയിലെ സ്വാതന്ത്ര്യം കൂടുതൽ അനിഷേധ്യമാവുകയായിരുന്നു. അനന്തൻ മിക്കവാറും സമയം മൂകനായാണ് കാണപ്പെട്ടത്. എവിടെയെങ്കിലും ആരുടെയെങ്കിലും ശ്രദ്ധയിൽപ്പെടാത്തിടത്ത് ഒറ്റയ്ക്കിരിക്കുകയാണ് പലപ്പോഴും. ഏതോ ഒരു ദുരന്തത്തിൻ്റെ മുന്നോടിയായാണ് പലരും ആ പ്രവൃത്തിയെ കണ്ടത്. പലപ്പോഴും ശ്രീദേവി അനന്തനെ അന്വേഷിച്ച് പുറത്തേക്ക് പോകേണ്ടതായി വന്നു. ആ സന്ദർഭങ്ങളൊന്നും പത്മനാഭൻ പാഴാക്കിയില്ല. അനന്തനെ കൊണ്ടുപോകാനായി അയാൾ ശ്രീദേവിയെ സഹായിക്കാൻ കൂടുതൽ ഉത്സാഹം കാണിച്ചത് ആരും കണ്ടില്ലെന്ന് നടിച്ചു. ക്രമേണ പപ്പൻ എന്ന വിളിപ്പേര് മനയിലാരും ഉച്ചരിക്കാതായി. അയാൾ സ്വയം ആലങ്ങാട്ട് മനയിലെ വലിയ തിരുമേനിയായി അവരോധിക്കപ്പെട്ടു. പത്മനാഭൻ നമ്പൂതിരി. പലപ്പോഴും അയാൾ ശ്രീദേവിയുമായി കൂടുതൽ അടുത്തിടപഴകുന്നത് എല്ലാവരും ശ്രദ്ധിച്ചു. അനന്തൻ്റെ കാര്യത്തിൽ താൻ കൂടുതൽ ശ്രദ്ധിക്കുന്നുവെന്ന് ശ്രീദേവിയെ ബോധ്യപ്പെടുത്തുകയും ആ സമയമെല്ലാം തൻ്റെ ഇംഗിതം സ്പർശനത്തിലൂടെ ശ്രീദേവിയെ അറിയിക്കുകയും ചെയ്തിരുന്നു. ഇത് അതിര് കടക്കുന്നുവെന്നറിഞ്ഞ ശ്രീദേവി ഒരു ദിവസം പ്രതികരിച്ചു. പത്മനാഭൻ്റെ നേരെ ഓങ്ങിയ അവളുടെ മൃദുല കരം അവളുടെ കൈകളിൽ കിടന്ന് ഞെരിച്ചു. അവൻ്റെ പൈശാചിക ഭാവം വന്ന് ശ്രീദേവി കണ്ടു. അയാളുടെ മനസ്സിൽ എന്താണെന്ന് അതോടെ പൂർണ്ണമായി. അനന്തൻ ഇനി അധികകാലം ഇല്ല. ശ്രീദേവിയെ ബലമായി ചേർത്ത് പിടിച്ച് പത്മനാഭൻ പറഞ്ഞു, ഞാനാണ് ഇനി ഈ മനയുടെ അവകാശി. നിന്നെ എനിക്ക് ഇഷ്ടമായതിനാൽ നമുക്ക് ഒരുമിച്ച് ജീവിക്കാം. 3 ദിവസത്തെ സമയം ഞാൻ നിനക്ക് തരുന്നു. അതിനുള്ളിൽ നിന്റെ തീരുമാനം എനിക്ക് അനുകൂലമായിരിക്കണം. അമർത്തി ചവിട്ടി അറയ്ക്കകത്തുനിന്നും പുറത്തിറങ്ങിയ പത്മനാഭനെ വിറയലോടെ ശ്രീദേവി നോക്കി നിന്നു. നിസ്സഹായതയുടെ നിഴൽ വീണ അവളുടെ മുഖത്ത് മനസ്സിൽ നടക്കുന്ന സംഘർഷം വ്യക്തമായിരുന്നു. ഇനി എന്ത് ചെയ്യണമെന്ന് നിശ്ചയമില്ല. തൻ്റെ ആശ്രയത്തിന് ഈ മനയിലെ ആരെയും പ്രതീക്ഷിക്കേണ്ടെന്ന് തോന്നി. ആകെ ഉണ്ടായിരുന്നത് വലിയ തിരുമേനിയായിരുന്നു. അദ്ദേഹം പോയതോടെ എല്ലാം നഷ്ടമായി. പ്രതാപം ക്ഷയിച്ച തൻ്റെ കോവിലകത്തു നിന്നും ഏതെങ്കിലും തരത്തിൽ ഒരവലംബമുണ്ടാവുമെന്ന് കരുതേണ്ടതില്ല. ഒന്നിനും ശ്രദ്ധിക്കാതെ തനിക്ക് ചുറ്റും എന്താണെന്ന് പോലും തിരിച്ചറിയാനാവാത്ത തൻ്റെ ഭർത്താവിൽ നിന്നും സംരക്ഷണം ഉണ്ടാവുമെന്ന് കരുതുന്നതിൽ അർത്ഥമില്ല. അനന്തൻ്റെ നില ദിനം തോറും മോശമായി തുടങ്ങിയിരുന്നു. തീരെ അവശതയിലായ അദ്ദേഹത്തെ കണ്ടാൽ ഏതോ തീരാവ്യാധി പിടിപെട്ടതുപോലെ തോന്നും. പുറമേ ഒന്നും കാണാത്ത തരത്തിലുള്ള മാരകമായ എന്തോ ഒന്ന്. അടുത്ത നാൾ തന്നെ അനന്തൻ്റെയും മരണം ഈ മനയിലുള്ളവർ കാണേണ്ടതായി വരും. ഈ മതിൽക്കെട്ടിനകത്ത് നടക്കുന്ന അത്യാഹിതങ്ങളുടെ എല്ലാം പിന്നിൽ പത്മനാഭൻ എന്ന പുതിയ തിരുമേനിയായിരിക്കുമെന്ന് തോന്നൽ ശ്രീദേവി വലിയൊരു നടുക്കത്തിലാക്കി. എന്തെങ്കിലും ഒരു പോംവഴി ഉടനെ കണ്ടില്ലെങ്കിൽ തൻ്റെ പാതിവൃത്യവും കൂടി നശിക്കും. അതോടൊപ്പം ഉദരത്തിൽ കരുപ്പിടിച്ചു വരുന്ന ഈ മനയുടെ അനന്തരാവകാശിയും നഷ്ടമാവും. അങ്ങനെ സംഭവിക്കരുത്. തൻ്റെ കുഞ്ഞ് നശിക്കാൻ ഇടവരരുത്. ശ്രീദേവി അറയിൽ നിന്നും പുറത്തേക്കിറങ്ങില്ല. ഭക്ഷണവുമായി വന്ന ബാല്യക്കാരികളെ വിശപ്പില്ലെന്ന് പറഞ്ഞ് മടക്കിയച്ചു. ഒന്നും മനസ്സിലാവാതെ വെറുതെ മച്ചിലേക്ക് നോക്കി മെത്തയിൽ കിടന്നിരുന്ന ഭർത്താവിന് സമീപത്ത് അവർ ഏറെ നേരം ഇരുന്നു. രാത്രിയാകുന്നതുവരെ ശ്രീദേവി പുറത്തിറങ്ങിയില്ല. അനന്തനെയും പുറത്തേക്ക് പോകാൻ അനുവദിച്ചില്ല. ആരുടെയും ചോദ്യങ്ങൾക്ക് മറുപടി പറയാനോ സംസാരിക്കാനോ കൂട്ടാക്കിയില്ല. നൃത്തശാലയിലെ വാദ്യമേളങ്ങളുടെ താളം മുറുകിയപ്പോൾ ശ്രീദേവി കിടക്കയിൽ നിന്നും എഴുന്നേറ്റ്. ഉറങ്ങിക്കിടന്നിരുന്ന അനന്തൻ ഉണരാതെ ഇരിക്കാൻ ശ്രദ്ധിച്ച് അവൾ പുറത്തേക്കിറങ്ങി. കുളിച്ച് ഈറനെടുത്ത് ശ്രീദേവി അന്തർജനം തുളസിത്തറയിലെ വിളക്കിന് മുന്നിൽ നിന്ന് നിമിഷങ്ങളോളം ധ്യാനിച്ചു. ഒരു തിരി ആ നാളത്തിൽ നിന്നും കൊളുത്തിയെടുത്ത് കൈവിളക്കിൽ വെച്ച് വലിയ തിരുമേനിയുടെ അസ്ഥിത്തറയിൽ ഒരു നിമിഷം പ്രാർത്ഥിച്ചു. അവിടെ നിന്നും ശിവക്ഷേത്രത്തിലെത്തി സാഷ്ടാംഗ പ്രണവത്തോടെ ആ നെയ്വിളക്ക് ശിവലിംഗത്തിന് മുന്നിൽ വെച്ചു. പരമേശ്വര, അങ്ങെല്ലാം അറിയുന്നവനല്ലേ. എൻ്റെ തീരുമാനം അന്തിമമാണ്. ഇതല്ലാതെ മറ്റൊരു വഴിയും ഞാൻ കാണുന്നില്ല. എന്നെ അവിടുന്ന് അനുഗ്രഹിക്കണം. എനിക്ക് തുണയായിരിക്കണം. ശ്രീദേവി അറയിലേക്ക് തിരിച്ചു നടന്നു. അടിവയറ്റിൽ തുടിച്ചിരുന്ന കുരുന്നുജീവൻ്റെ മൃദുസ്പന്ദനത്തിൽ വിരലോടിച്ചു. ആലങ്ങാട്ട് മനയുടെ അനന്തരാവകാശിയായി നിന്നെ സാക്ഷാൽ ശ്രീ പാർവതി പരമേശ്വരന്മാർ സംരക്ഷിക്കട്ടെ. അവൾ പറഞ്ഞത് മനസ്സിലായതുപോലെ ഗർഭസ്ഥ ശിശു ഒരു പ്രാവശ്യം കൂടി തുടിച്ചു. ഉറക്കറയിൽ തിരിച്ചെത്തിയ ഉടനെ തന്നെ വാലിക്കാരിയെ വിളിച്ച് പാല് കൊണ്ടുവരാൻ കൽപ്പിച്ചു. മറ്റു ഭക്ഷണമൊന്നും വേണ്ടെന്ന് പറഞ്ഞ് പാല് കൊണ്ടുവന്നവരെ മടക്കി അയച്ച് അഴയുടെ വാതിൽ ബന്ധിച്ചു. നേരത്തെ കരുതി വെച്ചിരുന്ന വിഷക്കായുടെ നീര് പാലിൽ കലർക്കിയെടുത്ത് അനന്തനെ വിളിച്ചുണർത്തി. ഒരു കൊച്ചുകുട്ടിയെപ്പോലെ തോളിൽ ചാരിയിരുത്തി വിഷം കലർന്ന പാല് ഭർത്താവിൻ്റെ ചുണ്ടിനോടടുപ്പിച്ചു. ചെറിയൊരു ഉറക്കച്ചടവോടെ അയാളത് വലിച്ചു കുടിച്ചു.
അനന്തന്റെ മൂർത്താവിൽ കണ്ണീരോടെ അവൾ ചുംബിച്ചു. വീണ്ടും മയക്കത്തിലേക്ക് കടന്ന ഭർത്താവിനെ കിടക്കയിൽ സാവധാനം കിടത്തി അവൾ അയാളുടെ ചുണ്ടിലും കവിളിലും മാറി മാറി ചുംബിച്ചു. വിതുമാൻ തുടങ്ങിയ ഗദ്ഗതത്തെ അടക്കി ചുടുകണ്ണീരോടെ ഒരിക്കൽ കൂടി ഭർത്താവിന് അന്ത്യചുംബനമർപ്പിച്ചു. അറയിൽ പ്രാർത്ഥനാ മണ്ഡപത്തിൽ വച്ചിരുന്ന ശിവപാർവതിമാരുടെ വിഗ്രഹത്തിന് മുന്നിലേക്ക് ശ്രീദേവി നടന്നെടുത്തു. ആ മൂർത്തികൾക്ക് മുന്നിൽ തൊഴുകൈയോടെ നിന്ന ശ്രീദേവിയുടെ കണ്ണിൽ നിന്നും ചുടുനീർ ധാരധാരയായി ഒഴുകിയിറങ്ങി ആ ദേവീദേവന്മാരുടെ പാതാരവിന്ദങ്ങളിൽ നിവദിച്ചു. പെട്ടെന്ന് അവൾ ആ വിഗ്രഹത്തിൻ്റെ പാദത്തിൽ ശിരസുകൊണ്ട് ആഞ്ഞിടിച്ചു. ചുടുനിണം ധാരയായി നെറ്റിയിൽ നിന്നൊഴുകി. ചൂണ്ടുവിരൽ കൊണ്ട് ആ രക്തം തൊട്ടടുത്ത പാർവതീദേവിയുടെ നെറ്റിയിൽ തിലകമായി അണിയിച്ചു. ദേവി, എൻ്റെയും ഭർത്താവിൻ്റെയും ജീവൻ അവിടുത്തെ മുന്നിൽ അർപ്പിക്കുകയാണ്. ഈ മനയുടെ അവകാശിയെ നീ തന്നെ രക്ഷിക്കൂ. അവൾ കിടക്കയിലെത്തി അവശേഷിച്ചിരുന്ന പാലെടുത്ത് കുടിച്ചു. നെറ്റിയിൽ നിന്നും ഒഴുകിയിറങ്ങിയ ചുടുനിണം കണ്ണുകളെ മറച്ചു. ബോധം നഷ്ടപ്പെട്ടു തുടങ്ങിയ നിമിഷം അവൾ അനന്തൻ്റെ മാറിലേക്ക് കുഴഞ്ഞു വീണു. പെടുന്നനെ ആലങ്ങാട്ട് മനയെ ആസകലം വിറപ്പിച്ചുകൊണ്ട് ഒരു ഇടിമിന്നലുണ്ടായി. തുടർന്ന് കോരിച്ചെരിയുന്ന മഴ ആരംഭിച്ചു. പ്രകൃതി സംഹാരതാണ്ഡവമാടുന്നത് പോലെയായിരുന്നു അത്. കൈലാസത്തിലെ പരമേശ്വരൻ്റെ ഉഗ്രനൃത്തം പോലെ പ്രകൃതി വീണ്ടും ആർത്തലച്ചു. ഒരിക്കൽ കൂടി ആലങ്ങാട്ട് മന കുടുങ്ങി വിറച്ചു. നിമിഷം ഒരു ദിവ്യപ്രകാശം ശ്രീദേവിയെ വലയം ചെയ്തു. അധ്യായം 7. തുടർച്ചയായി ഇത് 6ാമത്തെ രാത്രിയിലാണ് രുദ്ര വിഷ്ണുവിൻ്റെ അടുത്തെത്തുന്നത്. ഇതിനകം തന്നെ രുദ്ര വിഷ്ണുവിൻ്റെ ഉത്തമ സുഹൃത്തിനെ പോലെയായി കഴിഞ്ഞിരുന്നു. ഒരു യക്ഷിയെയാണ് താൻ സുഹൃത്തായി കരുതുന്നതെന്ന ചിന്ത പോലും വിഷ്ണുവിന് തോന്നിയില്ല. തികച്ചും ഒരു മനുഷ്യ സ്ത്രീയായാണ് അയാൾ അവളെ കണ്ടിരുന്നത്. ദിവസവും സന്ധ്യയായി കഴിഞ്ഞാൽ വിഷ്ണു അക്ഷമയോടെ കാത്തിരിക്കുകയാണ് രുദ്രയുടെ വരവിനായി. ആദ്യമൊക്കെ അവളുടെ സാന്നിധ്യം ഏറെ ആശങ്കയ്ക്ക് ഇടവരുത്തിയിരുന്നു. എന്നാൽ പിന്നെ രുദ്ര തൻ്റെ ജീവിതത്തിൻ്റെ ഒരു അവിഭാജ്യ ഘടകമായി മാറുന്നത് അയാൾ അറിഞ്ഞു. അവൾ അടുത്തു വരുമ്പോൾ, ഇടപഴകുമ്പോൾ, ഉറ്റ മിത്രത്തെപ്പോലെ ചേർന്നിരിക്കുമ്പോൾ എല്ലാം തന്നിൽ ഒരു കാമുകൻ്റെ മനസ്സുണ്ടാവുന്നത് അയാൾ അറിഞ്ഞിരുന്നത് പോലെ രുദ്രയും മനസ്സിലാക്കിയിരുന്നു. അതായിരിക്കാം കഴിഞ്ഞൊരു രാത്രിയിൽ രുദ്ര അത് തന്നെ ഓർമ്മപ്പെടുത്തിയത്. വിഷ്ണു ഇപ്പോൾ മനസ്സിൽ കരുതുന്നത് പോലെ വ്യക്തമായി എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഒരു കാര്യം എന്നും ഓർമ്മിപ്പിക്കണം. ഞാനൊരു മനുഷ്യ സ്ത്രീയല്ല, മനുഷ്യരൂപം ധരിച്ചു വന്നിരിക്കുന്ന ദേവസ്ത്രീയാണെന്ന സത്യം ഒരിക്കലും വിസ്മരിക്കരുത്. തൻ്റെ മുഖഭാവം ശ്രദ്ധിച്ച് അവൾ തുടർന്നു. അതിനാൽ വിഷ്ണു ഒരിക്കലും കേവല വികാരങ്ങൾക്ക് അടിമയാകരുത്. അത് വിഷ്ണുവിൻ്റെ ജീവിതത്തെ പ്രതികൂലമായി ബാധിക്കും. എന്നെ വളരെയധികം കൂടുതൽ അടുത്തിടപഴകുന്ന ഒരു സുഹൃത്തായി മാത്രം കാണണം. ആ സ്വാതന്ത്ര്യം വിഷ്ണുവിന് എന്നിലുമുണ്ടാവും. വിഷ്ണുവിൽ നിന്നും പ്രതികരണമൊന്നും കാണാതിരുന്നതിനാൽ രുദ്ര ചോദിച്ചു, എന്താ ഞാൻ പറഞ്ഞത് വിഷ്ണുവിന് മനസ്സിലായില്ലേ? എനിക്ക് മനസ്സിലാവുന്നുണ്ട്. വിഷ്ണു തെല്ലൊരു ഇടർച്ചയോടുകൂടി തുറന്നു. എനിക്ക് കാമുകിമാരോ അങ്ങനെയുള്ള സ്ത്രീബന്ധങ്ങളോ ഉണ്ടായിട്ടില്ല. എൻ്റെ ജീവിതം അങ്ങനെ ആയതിനാലാവാം അത്തരത്തിലുള്ള തോന്നലുണ്ടായത്. പ്രാരാബ്ധങ്ങളുടെ നടുവിലായിരുന്നു എന്നും ഉപജീവനമാർഗം തേടിയാണ് ഞാൻ ഈ ജോലിക്കെത്തിയത്. ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, ഇനി മുതൽ വിഷ്ണുവിൻ്റെ പ്രശ്നങ്ങൾ എൻ്റേത് കൂടിയാണ്. എല്ലാത്തിനും ഞാൻ പരിഹാരമുണ്ടാക്കിയിരിക്കും. രുദ്രയുടെ ആ വാക്കുകൾ ഒരു കുളിർ തന്നെ പോലെ വിഷ്ണുവിൻ്റെ മനസ്സിനെ സ്വാധീനിച്ചു. തൻ്റെ വരുമാനത്തിൻ്റെ പങ്കിനായി കാത്തിരിക്കുന്ന കുടുംബത്തെ ആ നിമിഷം അയാൾ ഓർമ്മിച്ചു. എൻ്റെ സാമീപ്യം വിഷ്ണുവിന് പുതിയൊരു അനുഭൂതി ഉണ്ടാക്കുന്നുവെന്ന് എനിക്കറിയാം. ഒരു കുസൃതി ചുരിയോടെ രുദ്ര തുടർന്നു. എന്നും ഈ സാമീപ്യം ഉണ്ടാവുന്ന തരത്തിൽ ഒരു പെൺകുട്ടി, പാർവതി വ്യക്തിയായ ഒരു കുട്ടി വിഷ്ണുവിന് ഭാര്യയായി വരും. എന്നും എന്നെ ഓർമ്മിക്കാൻ വിഷ്ണുവിന് അവളിലൂടെ കഴിയും. ഇത്രയും പറഞ്ഞിട്ട് രുദ്ര വിഷ്ണുവിൻ്റെ അടുത്തേക്ക് കൂടുതൽ ചേർന്നിരുന്നു. അയാളുടെ തോളിൽ തലചായ്ച്ച് കുറച്ചു നേരമിരുന്നു. ആ നിമിഷം വിഷ്ണുവിൻ്റെ മനസ്സിൽ തെറ്റായ വിചാരങ്ങളൊന്നും കടന്നു വന്നില്ല. മറിച്ച് ദിവ്യമായ അനുഭൂതിയിൽ പരിമളം പടർന്ന അന്തരീക്ഷത്തിൽ അയാൾ ഏറെ ആനന്ദം അനുഭവിച്ചു. ഓരോ ദിവസത്തെയും വിവരണങ്ങളിലൂടെയും യഥാർത്ഥമായ ആലങ്ങാട്ടുമനയുടെ ദൃശ്യം രുദ്ര നൽകിക്കഴിഞ്ഞിരുന്നു. വിഷ്ണുവിൻ്റെ മനസ്സിൽ അത് കൃത്യതയാർന്ന ചിത്രങ്ങളായി പതിഞ്ഞു. എന്നിട്ട് ശ്രീദേവിക്ക് എന്ത് സംഭവിച്ചു? വിഷ്ണു ആകാംക്ഷയോടെ ചോദിച്ചു. കിടക്കയിൽ ചരിഞ്ഞു കിടന്നിരുന്ന വിഷ്ണുവിൻ്റെ നെഞ്ചിലേക്ക് ചാരിയിരുന്ന് രുദ്ര പുഞ്ചിരിയോടെ പറഞ്ഞു, കേൾക്കാൻ തിരക്കായല്ലേ? അയാളുടെ മുഖത്തേക്ക് ഒരു കുസൃതിച്ചിരി സമ്മാനിച്ച് രുദ്ര തുടർന്നു. ദേവിക്ക് ആ പ്രാർത്ഥന തള്ളിക്കളയാനായില്ല. പക്ഷെ നിയോഗം മറിച്ചായതിനാൽ ശിവൻ മൗനം പൂണ്ടു.
ശിവന്റെ മുഖത്ത് നിസ്സംഗത ദേവിക്കിഷ്ടമായില്ല. ആ വിഷമഘട്ടത്തിന് ദേവി തന്നെ പരിഹാരം കണ്ടു. രുദ്രയുടെ ശരീരത്തിൻ്റെ തണുപ്പ് വിഷ്ണുവിൻ്റെ നെഞ്ചിലേക്ക് അരിച്ചിറങ്ങി. അവൻ്റെ മാറിലെ ചെറുചൂട് അവളിലേക്ക് പകർന്നു. നിമിഷങ്ങളോളം അവരങ്ങനെയിരുന്നു. ഒന്നുകൂടി അവനോട് ചേർന്നിരുന്ന് ഇടതു കൈത്തലം അവൻ്റെ കഴുത്തിന് പിന്നിൽ ചേർത്ത് വെച്ചു. വിഷ്ണു തൻ്റെ ഇടതു കൈതലത്തിൽ അവരുടെ വലതു വിരലുകൾ ചേർത്ത് വെച്ച് ചോദിച്ചു, ദേവി എന്താണ് ചെയ്തത്? വിഷ്ണുവിൻ്റെ ചോദ്യത്തിന് അനന്തതയിലേക്ക് കണ്ണയച്ച് ആ രംഗം ഓർമ്മിച്ച് രുദ്ര മറുപടി പറഞ്ഞു. ശ്രീദേവിയുടെ നെറ്റിയിലെ രക്തമെടുത്തല്ലേ ദേവിക്ക് തിലകമണിഞ്ഞത്. ദേവിക്ക് അത് തള്ളിക്കളയാനായില്ല. പരമശിവന്റെ അനുവാദത്തിന് കാത്തുനിന്നാൽ ശ്രീദേവി മരണപ്പെടും, ഒപ്പം തന്നെ ഉദരത്തിലെ കുഞ്ഞും. അതിനാൽ ദേവി ഉടനെ തന്നെ ശ്രീദേവിയുടെ ഉദരത്തിൽ നിന്നും കുഞ്ഞിനെ എടുത്ത് എന്നെ ഏൽപ്പിച്ചു. ശിവനൊട്ടും പ്രതീക്ഷിക്കാത്തതായിരുന്നു അത്. അതിനാൽ രുദ്ര തുടർന്നു. ആ ശിശുവിനെ എന്തു ചെയ്യണമെന്ന കാര്യത്തിൽ അവരിരുവരും തർക്കമായി. ശ്രീദേവി മരിക്കുകയും ഉദരത്തിലെ കുഞ്ഞ് രക്ഷപ്പെടുകയും ചെയ്തതിനാൽ നിയോഗങ്ങൾക്ക് അവിടെ പ്രസക്തിയില്ലാതായി. മറ്റു മാർഗം കാണാത്തതിനാൽ പരമശിവൻ ആ കുഞ്ഞിനെ അനുഗ്രഹിച്ചു. അങ്ങനെ ദേവിയുടെ നിർദ്ദേശം അനുസരിച്ച് ആ ശിശുവിനെ ഉദയന്നൂർ കോവിലകത്തെ സാവിത്രി അന്തർജനത്തിൻ്റെ ഉദരത്തിൽ നിക്ഷേപിച്ചു. കാലങ്ങളായി ഒരു കുഞ്ഞിനായി ശിവനെ ഭജിച്ചിരുന്ന അവർക്ക് അത് അനുഗ്രഹമായി. ഈ പ്രവൃത്തിയെല്ലാം ശിവലീലയുടെ ഒരു ഭാഗമായിരുന്നു എന്ന് മനസ്സിലാക്കിയപ്പോൾ ശ്രീപാർവതിക്ക് ഏറെ സന്തോഷമായി. രുദ്ര തുടർന്നു. അവർക്ക് ജനിച്ച ആ കുഞ്ഞിനെ പാർവതി എന്ന് പേരിട്ടു. ദേവിയുടെ പ്രത്യേക വാത്സല്യത്തോടെ വളർന്ന ആ കുട്ടിക്ക് ഇപ്പോൾ 18 വയസ്സ് പൂർത്തിയായിരിക്കുന്നു. അവളെ ഈ മനയുടെ അവകാശിയാക്കുകയാണ് നമ്മുടെ ലക്ഷ്യം. മൂകമായ നിമിഷങ്ങൾ അവർക്കിടയിലുണ്ടായി. ഇരുവരും ഏതോ ചിന്തകളിലായിരുന്നു. വിഷ്ണു തന്നിൽ അർപ്പിക്കപ്പെട്ട വലിയ ഉത്തരവാദിത്വത്തെക്കുറിച്ച് ചിന്തിച്ചു. രുദ്രയുടെ ശബ്ദമാണ് വിഷ്ണുവിൻ്റെ ചിന്തയിൽ നിന്നും ഉണർത്തിയത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പറയാൻ ഞാൻ മറന്നു. ഞങ്ങളുടെ കാലവും നിങ്ങളുടേതും തമ്മിൽ സമയത്തിലുള്ള അന്തരം ഇവിടെയും പ്രശ്നമായിരുന്നു. നിങ്ങളുടെ ഒരു വർഷത്തിന് അവിടുത്തെ ഒരു വിനാഴികയുടെ ദൈർഘ്യമേ ഉള്ളൂ. ദേവീദേവന്മാർ തീരുമാനമെടുക്കാൻ എടുത്ത കാലതാമസം നാഴികകളായിരുന്നു. പക്ഷെ അതിന് ഭൂമിയിൽ യുഗങ്ങളുടെ അന്തരമുണ്ടാക്കി. അമ്പരപ്പോടെ രുദ്രയുടെ മുഖത്തേക്ക് നോക്കിയിരുന്ന വിഷ്ണുവിൻ്റെ കവിളിനുള്ളിൽ കളിയായി ഒന്ന് നുള്ളിയിട്ട് രുദ്ര തുടർന്നു. പത്മനാഭൻ തിരുമേനിയുടെ ദുർനടപ്പും ധൂർത്തും കാരണം അയാൾക്ക് അധികകാലം മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ല. അനന്തരാവകാശികളില്ലാത്ത ആലങ്ങാട്ട് മന മറ്റു പലരും കൈക്കലാക്കി. ഇപ്പോൾ അത് ചില നാട്ടുരാജാക്കന്മാരുടെ പക്കലാണ്. അവരെ നിങ്ങൾ മന്ത്രിമാർ എന്നാണ് വിളിക്കുന്നത്. അവരിൽ നിന്നും ഇത് കൈക്കലാക്കുക ദുഷ്കരമാണ്. ആവശ്യമായ രേഖകൾ ഇവിടുത്തെ നിലവറയ്ക്കകത്തു നിന്നും ലഭിക്കും. ശ്രീദേവിയുടെ താവഴിയിൽപ്പെട്ട അവസാന കണ്ണിയാണ് ഈ കോവിലകം. ഇവിടുത്തെ നിലവറയിൽ നിന്നും അനേകം രത്നങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇനിയും നല്ലൊരു ധനശേഖരം ആർക്കും അറിയാത്തതായി ഈ മനയിലുണ്ട്. ഇതെല്ലാം കേട്ട് സ്വപ്നലോകത്തെന്ന പോലെ വിഷ്ണു രുദ്രയുടെ മുന്നിലിരുന്നു. വിഷ്ണുവിൻ്റെ തലമുടിയിൽ മൃദുവായി തലോടി രുദ്ര തുടർന്നു. ഇനിയെല്ലാം വിഷ്ണുവിൻ്റെ കൈകളിലാണ്. ഈ മനയിൽ നിന്ന് നഷ്ടപ്പെട്ടതെല്ലാം നമുക്ക് വീണ്ടെടുക്കണം. എല്ലാത്തിനും ഞാൻ വിഷ്ണുവിൻ്റെ കൂടെ ഉണ്ടാവും. ഞാൻ എവിടെ നിന്നാണ് തുടങ്ങേണ്ടത്? ചില നിമിഷത്തെ മൗനത്തിന് ശേഷം വിഷ്ണു തുടർന്ന് ചോദിച്ചു. രേഖകൾ ഇവിടെയുണ്ടല്ലോ, പറഞ്ഞല്ലോ. എവിടെയാണ് സൂക്ഷിച്ചിരിക്കുന്നത്? ഞാനങ്ങനെ അത് കണ്ടെത്തും. സമയമാകുമ്പോൾ എല്ലാം വിഷ്ണു അറിയും. അതുവരെ കാത്തിരിക്കുക. എവിടെ നിന്നാണ് തുടങ്ങേണ്ടതെന്ന് വിഷ്ണു തന്നെ തീരുമാനിക്കണം. രുദ്ര കൂടെയുണ്ടെങ്കിൽ ഞാൻ എന്തിനേയും നേരിടാം. ഞാൻ എപ്പോഴും കൂടെ ഉണ്ടാവും. എൻ്റെ കഴിവും ചൈതന്യവും ഞാൻ വിഷ്ണുവിന് നൽകും. അത് കഴിഞ്ഞാൽ വിഷ്ണുവിന് യുക്തമായ തീരുമാനങ്ങൾ എടുക്കാനാവും. വിഷ്ണുവിനല്ലാതെ മറ്റാർക്കും എന്നെ കാണാനാകില്ല. രുദ്രയുടെ തിളങ്ങുന്ന നയനങ്ങൾ വിഷ്ണുവിൻ്റേതുമായി ഇടഞ്ഞു. അവരുടെ കണ്ണുകളിൽ 1000 നക്ഷത്രങ്ങൾ തെളിഞ്ഞു. അതിൽ സ്നേഹത്തിൻ്റെ രാഗങ്ങൾ വിഷ്ണു തിരിച്ചറിഞ്ഞു. അവളുടെ നിശ്വാസങ്ങൾ അവൻ്റെ മുഖത്ത് സ്പർശിച്ചു. ഉയർന്നു താഴ്ന്ന നെഞ്ചിൻ്റെ താളം ഒരുമിച്ചു. എൻ്റെ ദിവ്യ ചൈതന്യത്തിൻ്റെ ഒരു ഭാഗം ഞാൻ നിന്നിലേക്ക് പകരാം. അത് സ്വീകരിക്കാൻ നിൻ്റെ മനസ്സിനെയും ശരീരത്തിനെയും സജ്ജമാക്കൂ, രുദ്ര മന്ത്രിച്ചു. പൂർണ്ണമായും ഉൾക്കൊള്ളാൻ അവളുടെ വലയത്തിലേക്ക് അവൻ കൂടുതൽ ഇഴകിച്ചേർന്നു. 3-ാം യാമം അവസാനിക്കാറായിരുന്നു. എങ്കിലും രാക്കോഴി കൂവിയില്ല. അസാധാരണമായി എന്തോ സംഭവിക്കുന്നത് പോലെ രാവിൻ്റെ നിശബ്ദതയ്ക്ക് നിഗൂഢതയേറി. വിഷ്ണുവിൻ്റെ മനസ്സിൽ നിന്നും വർത്തമാനകാലം വിസ്മൃതിയായി. രുദ്രയുടെ തേജസ് തുടിക്കുന്ന മുഖം മാത്രമായി ഉള്ളിൽ. പെട്ടെന്ന് മൂകതയെ ഭഞ്ചിച്ചൊരു ശീൽക്കാരം ഉണർന്നു. അനുനിമിഷം അത് വർദ്ധിച്ചു. കാവൽപ്പുരയുടെ അകത്തേക്ക് ഫണം വിടർത്തിയ ഒരു സർപ്പം പാഞ്ഞെടുത്തു. അതിനു പിന്നാലെ അനേകം നാഗങ്ങൾ ഓടിയെത്തി. അവയുടെ ചീറ്റൽ ഒരു കൊടുങ്കാറ്റ് പോലെ തോന്നിച്ചു. നാഗങ്ങൾക്ക് പിന്നിൽ ഭീമാകാരങ്ങളായ
നിഴലുകൾ പ്രത്യക്ഷപ്പെട്ടു. പ്രിയമുള്ളവരെ, നമ്മുടെ ഈ നോവൽ ഇവിടെ തുടരുകയാണ് കേട്ടോ. നാളെ ഇതിൻ്റെ അടുത്ത ഭാഗവുമായിട്ട് നമ്മൾ വീണ്ടും വരും. ഇതിനിടയ്ക്ക് നമ്മൾ വേറൊരു നോവൽ കൂടി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ നാളെ മുതൽ ഒരു പാട്ട് അതിൻ്റെയും ഒരു പാട്ട് ഇതിൻ്റെയും അങ്ങനെ ആയിരിക്കും വരിക. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിഞ്ഞതിന് ശേഷം മാത്രമേ അങ്ങനെ തുടങ്ങുകയുള്ളൂ. അപ്പം എല്ലാവർക്കും ശുഭദിനം.